നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. അതായത് വരുന്ന മാസം മുതൽ 4800 രൂപ 3 മാസത്തെ ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയല്ല സർക്കാർ സ്വീകരിക്കുന്നത്. അത് ഗഡുക്കളായിട്ട് തന്നെ പല തവണകളായിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. ഏപ്രിൽ മാസം മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കും എന്നേ ഉള്ളൂ. ഓരോ മാസത്തെയും വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഓരോ ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ അർഹരായ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഈ സഹായത്തിനും അർഹതയുണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകാറായിട്ടുണ്ട്. മാർച്ച് മാസം 6-ാം തീയതിയോടാണ് വിതരണം പൂർത്തിയാകുന്നത്. ഇപ്പോൾ വിതരണം ഇനിയും ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നതായിരിക്കും. കൈകളിലേക്ക് തുക നൽകാനുള്ളവർക്ക് ഇനിയും സഹകരണ സംഘത്തിൽ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതൽ തന്നെ വീണ്ടും വിതരണം ആരംഭിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കേണ്ടവരുണ്ട്. 200, 300, 500 എന്നിങ്ങനെ ആനുകൂല്യം കുറഞ്ഞു വന്നിട്ടുള്ളവരുണ്ട്. അവർക്കും തിങ്കളാഴ്ച മുതൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിക്കോളും. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുക വിതരണം അത് അക്കൗണ്ടിലേക്കൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും വേണം. നാളുകളായിട്ടൊക്കെ തുക തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിൽ അറിയിക്കുക, അല്ലെങ്കിൽ വാർഡ് മെമ്പറെയൊക്കെ അറിയിക്കേണ്ടതും പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായിട്ട് അധികൃതരോട് ഈ കാര്യങ്ങൾ അറിയിച്ച് വേണ്ട തിരുത്തലുകൾ അല്ലെങ്കിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ആനുകൂല്യങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ BPL റേഷൻ കാർഡ് അല്ലെങ്കിൽ AV റേഷൻ കാർഡിലുള്ള ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സംസ്ഥാനത്ത് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൗജന്യ ഇൻ്റർനെറ്റ് വീട്ടിലേക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം അതിവേഗ ഇൻ്റർനെറ്റ് K-ഫോൺ കണക്ഷനാണ് നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുക. BPL അല്ലെങ്കിൽ AV റേഷൻ കാർഡുള്ള കുടുംബങ്ങളിൽ നിന്ന് കാർഡ് ഉടമയുടെ പേരിലായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കൃത്യമായിട്ട് ഒരു ഫോൺ നമ്പറുണ്ട്, അതിലേക്ക് കണക്ഷൻ്റെ റിക്വസ്റ്റ് കൃത്യമായിട്ട് നൽകുകയും മറ്റ് ഡീറ്റെയിൽസുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്കാണ് നമ്മൾ ഒരു വാട്സപ്പ് സന്ദേശം അയക്കേണ്ടത്. അപ്പോൾ ഈ അയക്കേണ്ട ഫോർമാറ്റ് കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതേ ഫോർമാറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളിലേക്ക് സർക്കാർ പറയുന്ന ഡേറ്റ അത് കൃത്യമായിട്ട് സൗജന്യ ഇൻ്റർനെറ്റ് നമ്മളുടെ വീടുകളിലേക്ക് ലഭ്യമാക്കുന്നതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലേക്ക് അതോടൊപ്പം രാജ്യമെമ്പാടുമുള്ള വിവിധ ബാങ്കുകളിലേക്ക് അപ്രന്റീസ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ്. അത് യൂണിയൻ ബാങ്കിലുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ ഉൾപ്പെടെ അപ്രന്റീസ് തസ്തികയിലേക്ക് നിരവധി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ സംസ്ഥാനത്ത് നിരവധി വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെയോടെ അവസാനിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ, ഫെബ്രുവരിയിലെ വിഹിതം ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.